ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ ഇറാൻ. ചതിയൻ ട്രംപിന്റെ വാചക കസർത്തുകൾ കൊണ്ട് ഇറാന്റെ അടിത്തറ ഇളക്കാനാകില്ല, അത് ഒരിക്കലും ഇളകുകയുമില്ല. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖംനിയുടെ വിലാപയാത്രയെയും ഇറാന്റെ ഭരണ നേതൃത്വത്തെയും ലക്ഷ്യമിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ വിവാദ പ്രസ്താവനകൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത പ്രതിഷേധം ഉയരുകയാണ്. ഒരൊറ്റ വ്യോമാക്രമണത്തിലൂടെ ഇറാന്റെ അവശേഷിക്കുന്ന മുഴുവൻ നേതൃത്വത്തെയും ഇല്ലാതാക്കാൻ തനിക്ക് കഴിയുമെന്ന ട്രംപിന്റെ വാക്കുകൾ വെറും അഹങ്കാരവും രാഷ്ട്രീയ ചതിയുമാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഒരു വശത്ത് സമാധാന ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്യുകയും മറുപുറത്ത് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെയും ജനവികാരത്തെയും പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ട്രംപിന്റെ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇറാന് നേരെ വീണ്ടും ഒരു കടുത്ത ഭാഷയിൽ ഭീഷണി മുഴക്കിയത്. ഖമേനിയുടെ വിപുലമായിട്ടുള്ള വിലാപ ചടങ്ങുകളിൽ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങിയത് ട്രംപിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ജനങ്ങൾ ഖമേനിയെ വെറുക്കുന്നു എന്നാണ് താൻ കരുതിയത് എന്ന് അല്ലെങ്കിൽ ട്രംപിന്റെ പ്രസ്താവന ഇറാനിലെ യഥാർത്ഥ ജനവികാരത്തെ മനസ്സിലാക്കുന്നതിൽ അമേരിക്കൻ ഇന്റലിജൻസിന് പറ്റിയ വൻ പരാജയമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ചടങ്ങുകൾക്കിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളെ പരിഹസിച്ച് ട്രംപ് ഇതൊരു പക്ഷേ വ്യാജ കണ്ണീർ ആയിരിക്കാമെന്നാണ് അവകാശപ്പെട്ടത്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികൾ തങ്ങളുടെ ആത്മീയ നേതാവിന്റെ വിയോഗത്തിൽ പ്രകടിപ്പിക്കുന്ന ദുഃഖത്തെ പോലും രാഷ്ട്രീയമായിട്ട് അപമാനിക്കാൻ ട്രംപ് മടിച്ചില്ല എന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അപക്വതയാണ് കാണിക്കുന്നത്. തങ്ങൾ ദയവുള്ളവരായതുകൊണ്ടാണ് വിലാപയാത്രയ്ക്കായിട്ട് ഇറാൻ ഒരാഴ്ചത്തെ അവധി നൽകിയത് എന്ന ട്രംപിന്റെ പരിഹാസം കടുത്ത മനുഷ്യാവകാശ ലംഘനവും സമാധാന കരാറുകളുടെ ലംഘനവുമാണ്. ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം അതിനെ തന്റെ കാരുണ്യമായിട്ട് ചിത്രീകരിക്കുന്ന ട്രംപിന്റെ തന്ത്രം വെറും ഒരു സമാധാന കാംക്ഷിയായിട്ടുള്ള ലോക നേതാവിന്റെ ചമയൽ മാത്രമാണ്. ഇറാന്റെ പ്രധാന നേതാക്കളെല്ലാം ഇപ്പോൾ വിലാപ ചടങ്ങുകൾക്കായിട്ട് ഒന്നിച്ച് ഒരിടത്ത് ഒത്തുകൂടിയിട്ടുണ്ട് എന്നും ഒരൊറ്റ ആക്രമണത്തിലൂടെ അവരെയെല്ലാം വകവരുത്താൻ തനിക്ക് കഴിയുമെന്നുമുള്ള ട്രംപിന്റെ ഭീഷണി അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്. അതായത് ചതി എന്ന് പറയുന്നത് ട്രംപിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. എന്തിനേറെ പറയുന്നു, ഇദ്ദേഹം കൊല്ലപ്പെട്ട, അതായത് അയത്തുള്ള അലി ഖാംനെ കൊല്ലപ്പെട്ടതുപോലും ഇറാന്റെയും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ചതിപ്രയോഗത്തിലൂടെയാണ്. ഫെബ്രുവരി 28 എപ്പിക് ഫ്യൂറി എന്ന് പറയുന്ന തന്ത്രപരമായിട്ടുള്ള ഒരു ആക്രമണം ഇവർ അഴിച്ചുവിടുന്നു. ആക്രമണം നടത്തുന്നത് പോലും ഈ ചതിയിലൂടെയാണ്. അതായത് 4ാം ഘട്ട ചർച്ചകൾക്കായിട്ട് ഈ പറയുന്ന അയത്തുള്ള അലി ഖാംനെയും അല്ലെങ്കിൽ അവരുടെ സംഘങ്ങളെല്ലാം നിൽക്കുന്ന അതേ സ്ഥലത്തേക്ക് ചർച്ചകൾക്കായിട്ട് കാത്തിരിക്കുമ്പോൾ അമേരിക്കയും ഇസ്രയേലും കൂടി ചേർന്നിട്ട് ചതിപ്രയോഗത്തിലൂടെ അവരെ വകവരുത്തുന്നതാണ് പിന്നീട് കണ്ടത്. പക്ഷെ അത്തരം വകവരുത്തലോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് കൊണ്ടോ ഈ പറയുന്ന ഇറാനെയോ അല്ലെങ്കിൽ ഇറാന്റെ ജനതയോ അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാനോ അവരെ ഒന്നും അല്ലാതാക്കി മാറ്റാനോ ഒരിക്കലും അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഈ ഒരു വിലാപ ചടങ്ങിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരം വില കുറഞ്ഞ ഭീഷണികൾ കൊണ്ട് ഇറാന്റെ പ്രതിരോധ വീര്യത്തെ തകർക്കാൻ അമേരിക്കയ്ക്ക് ഒരിക്കലും സാധിക്കുകയുമില്ല. ചർച്ചകൾ നടത്താൻ പിന്നെ അവിടെ ആരും അവശേഷിക്കില്ല എന്നതിനാലാണ് താൻ ഇപ്പോൾ പറഞ്ഞ കാര്യം, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ആക്രമണത്തിന് മുതിരാത്തത് എന്ന ട്രംപിന്റെ പ്രസ്താവന തികച്ചും യുക്തിരഹിതമാണ്. ഇറാന്റെ ഭരണഘടനാ സംവിധാനങ്ങളിൽ വ്യക്തി കേന്ദ്രീകൃതമല്ല, മറിച്ച് ദശാബ്ദങ്ങളായിട്ട് ശക്തമായിട്ടുള്ള അടിത്തറയുള്ള കൗൺസിലുകളിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണെന്ന് ട്രംപ് മറക്കുകയാണ്. സമാധാന ചർച്ചകൾക്ക് ഇറാൻ കെഞ്ചുകയാണ് എന്ന അമേരിക്കൻ വാദം പൂർണ്ണമായിട്ടും തെറ്റാണ്. ഇറാൻ തങ്ങളുടെ അവകാശങ്ങൾക്കും പരമാധികാരത്തിനും വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇരുപക്ഷത്തിന്റെയും ആവശ്യമായിരിക്കെ ഇറാനെ മാത്രം യാചകരായിട്ട് ചിത്രീകരിക്കുന്നത് ട്രംപിന്റെ കുതിരക്കച്ചവട തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ്. ചരിത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമാകും. സമാധാന കരാറുകൾ ഒപ്പിട്ട ശേഷം അത് ലംഘിക്കുന്നതിൽ ട്രംപ് വഹിച്ചിട്ടുള്ള ഒരു പാരമ്പര്യം തന്നെയുണ്ട്. അതായത് ഇറാന്റെ ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായിട്ട് പിന്മാറിയ ട്രംപിന്റെ ഭൂതകാലം പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ചതിയരായി മാത്രമേ ലോകത്തിന് മുന്നിൽ കാണാൻ സാധിക്കൂ. ഇറാൻ ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും ഒരൊറ്റ ആക്രമണം കൊണ്ട് ആ രാജ്യത്തെ പൂർണ്ണമായിട്ട് തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് എത്ര നാൾ കാത്തിരുന്നാലും അങ്ങനെ തന്നെയാണ്. ഇറാന്റെ സൈനിക ശക്തിയും ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഏതൊരു വലിയ ശക്തിയും നേരിടാൻ സജ്ജമാണ്. ഖമേനി
ഖമേനിയുടെ അന്ത്യവിശ്രമ ചടങ്ങുകൾ അവസാനിക്കുന്നത് വരെ ഇരുപക്ഷവും ചർച്ചകളിൽ നിന്ന് ഒരാഴ്ചത്തെ താൽക്കാലിക ഇടവേള എടുത്തിരിക്കുകയാണ് എന്ന വിവരം ട്രംപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഇടവേളയെ ഇറാന്റെ ബലഹീനതയായിട്ട് കാണുന്നത് അമേരിക്കയ്ക്ക് വൻ തിരിച്ചടിയായി മാറും എന്നതിൽ സംശയമില്ല. ഇറാന്റെ പ്രാദേശിക സഖ്യകക്ഷികളായിട്ടുള്ള ഹിസ്ബുള്ള, ഹൂത്തികൾ, മറ്റ് പ്രതിരോധ ഗ്രൂപ്പുകൾ, എന്തിനേറെ പറയുന്നു ഇപ്പോൾ ചൈനയും റഷ്യയൊക്കെ ആ രാജ്യത്തില്ലേ. ആ രാജ്യത്ത് ഈ പറയുന്ന ചൈനയും റഷ്യയും ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രതിനിധികളൊക്കെ ഉണ്ട്. 100 രാജ്യങ്ങളിൽ നിന്നാണ് ആ പ്രതിനിധികൾ വരുന്നത്. ഇത് വലിയൊരു കൈകോർപ്പ് കൂടിയാണ്. എന്തായാലും ടെഹ്റാനിലെ ഭരണ നേതൃത്വത്തിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള അവിവേകം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താവളങ്ങൾ ചാരമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. ട്രംപിന്റെ വാക്കുകൾ വെറും ഒരു ആഭ്യന്തര രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉള്ളതാണ് എന്ന് പശ്ചിമേഷ്യൻ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കൻ ജനതയ്ക്ക് മുന്നിൽ താൻ ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണെന്ന് കാണിക്കാനുള്ള ട്രംപിന്റെ ഈ ഒരു ശ്രമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ വിശ്വസ്തത ഇല്ലാതാക്കുകയുള്ളൂ. കാരണം അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും, അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഏറ്റവും വലിയ ചതിയൻ, കള്ളൻ, നിലപാടിന്റെ രാജകുമാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കുകയാണ്. ട്രംപിന്റെ കിളി പോയി, ട്രംപിന് എന്താണ്, ട്രംപിന്റെ മാനസിക നില തെറ്റി, എന്തൊക്കെയാണ് ഓരോ മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവരുടെ ഈ പറയുന്ന ന്യൂസുകളിൽ വലിയ തലക്കെട്ടോടുകൂടി പുറത്തുവിടുന്നത്. കാരണം ട്രംപ് ഇപ്പോൾ പറയുന്ന കാര്യമല്ല പിന്നീട് പറയുന്നത്, അതിലെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതും മനസ്സിലാക്കുന്നതുമാണ്. അതുകൊണ്ടാണല്ലോ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് പോലും ട്രംപിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ട്രംപിന് കൂടെ നിന്നുകൊണ്ട് ഈ യുദ്ധത്തിൽ പങ്കുചേരാൻ ഒരൊറ്റ രാജ്യം പോലും മുതിരാതിരുന്നത്. ട്രംപ് ചതിക്കുമെന്നുള്ള കാര്യം അറിയാം. എന്തിനേറെ പറയുന്നു, ഈ ട്രംപ് വരുത്തി വെച്ച ആക്രമണത്തിൽ ഈ പറയുന്ന ഗൾഫ് മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടമുണ്ടായി. അവർ ധനസഹായം ചോദിച്ചു. കൈ മലർത്തി ട്രംപ് ഒളിച്ചോടുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ട്രംപ് അവരെ സഹായിക്കാതിരുന്നത്? ഞങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് നല്ല സുരക്ഷ ഉണ്ടായിരിക്കും, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ട്രംപ് ആകാശത്ത് ഈ മിസൈൽ മഴ കണ്ടപ്പോൾ പാടെ ഓടുകയായിരുന്നു ചെയ്തത്. ഓടി ബങ്കറിൽ പോയിരുന്നു. പിന്നെ പാവപ്പെട്ട ഈ ഗൾഫ് മേഖല ആകെ നാശനഷ്ടത്തിലായി. അവിടുത്തെ സൈനിക താവളങ്ങളാണ് ഈ ആക്രമിക്കപ്പെട്ടത് എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ തന്നെയാണ്. എന്തായാലും ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളും ജനങ്ങളും ട്രംപിന്റെ ഈ ഒരു പ്രസ്താവനകളെ കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന്റെ വിലാപ ചടങ്ങുകളെ രാഷ്ട്രീയവൽക്കരിക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുന്ന അമേരിക്കൻ നിലപാടിനെതിരെ ജനവികാരം ശക്തമാണ്. ഖമേനിയുടെ വിലാപയാത്രയിൽ പങ്കെടുത്ത ജനസമുദ്രം ഇറാന്റെ ഭരണകൂടത്തിനുള്ള പിന്തുണയുടെ തെളിവ് കൂടിയാണ്. ജനങ്ങൾ നേതാക്കളെ വെറുക്കുന്നു എന്ന ട്രംപിന്റെ ധാരണ തെറ്റാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ടെഹ്റാനിലെ തെരുവുകളിൽ കണ്ട ആ ഒരു അഭൂതപൂർവമായിട്ടുള്ള ജനപങ്കാളിത്തം. ഇറാന്റെ പുതിയ താൽക്കാലിക നേതൃത്വവും സൈനിക കമാൻഡർമാരും രാജ്യത്തിന്റെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. വിലാപ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. ട്രംപിന്റെ ഭീഷണികളെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നേരിടുമെന്ന് ഇറാന്റെ വിപ്ലവ ഗാർഡ് വ്യക്തമാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്. ചർച്ചകളുടെ മേശയിലിരുന്ന് സമാധാനം പറയുകയും പിന്നീട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് യുദ്ധഭീഷണി മുഴക്കുകയും ചെയ്യുന്ന ട്രംപിന്റെ ശൈലി ആഗോള സമാധാനത്തിന് തന്നെ ഭീഷണിയാണ്. അതായത് ഒരു ഇരട്ടത്താപ്പാണ് ട്രംപ് പലതവണയായിട്ട് ചെയ്യുന്നത്. വിശ്വസിക്കാൻ കൊള്ളാത്തൊരു പങ്കാളിയാണ് താനെന്ന് ട്രംപ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇറാൻ ഒരു തകർച്ചയുടെ വക്കീലാണ് എന്ന ധാരണയിൽ അമേരിക്ക മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് മിഡിൽ ഈസ്റ്റിൽ കടുത്ത യുദ്ധത്തിന് വീണ്ടും വഴി തുറക്കും. ഭീഷണികൾക്ക് മുന്നിൽ തല കുനിക്കാത്ത ഒരു ജനതയെ ആയുധബലം കൊണ്ട് മാത്രം കീഴ്പ്പെടുത്താമെന്ന് കരുതുന്നത് അമേരിക്കയുടെ അഹങ്കാരം മാത്രമാണ്. ചുരുക്കത്തിൽ ട്രംപിന്റെ ആക്സിയോസ് അഭിമുഖം അദ്ദേഹത്തിന്റെ ചതിയുടെയും ക്രൂരതയുടെയും മുഖമാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങാതെ തങ്ങളുടെ പരമാധികാരം സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനമെന്ന് വിലാപ ചടങ്ങുകളിലെ ജനങ്ങളുടെ പ്രതിജ്ഞകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അമേരിക്ക ഇസ്രായേൽ സഖ്യം നടത്തിയ വ്യോമാക്രമണത്തിൽ എന്തായാലും ഫെബ്രുവരി 28-നാണ് 36 വർഷം ഇറാൻ ഭരിച്ചിരുന്ന അലി ഖംനി കൊല്ലപ്പെട്ടത്. ഇസ്ലാമിക ആചാരപ്രകാരം മരണപ്പെട്ടയാളെ 24 മണിക്കൂറിനുള്ളിൽ സംസ്കരിക്കണമെന്നാണ് നിയമമെങ്കിലും ഈ യുദ്ധ സാഹചര്യം നിലനിന്നിരുന്നതിനാൽ ഇതിനാൽ അപൂർവമായിട്ടുള്ള ഇളവ് വരുത്തുകയാണ് ചെയ്തത്. ഒടുവിൽ അമേരിക്കയുടെ 250ാമത് സ്വാതന്ത്ര്യ ദിനമായിട്ടുള്ള ജൂലൈ 4-നാണ് വിലാപ ചടങ്ങുകൾക്ക് ഇറാൻ തുടക്കമിട്ടത്. ജൂലൈ 7-ന് വിശുദ്ധ നഗരമായിട്ടുള്ള ഖുമിലും തുടർന്ന് മറ്റു നഗരങ്ങളിലും നടക്കുന്ന ചടങ്ങുകൾക്ക് ശേഷം ജൂലൈ 9-ന് ഖമേനിയുടെ ജന്മനാടായിട്ടുള്ള മഷാദിൽ ഭൗതിക ശരീരം സംസ്കരിക്കും. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് നിലവിൽ ഇറാന്റെ തെരുവുകളിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ഒരു കടുത്ത സുരക്ഷാ
ഭീഷണിയെ തുടർന്ന് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമീനി തന്റെ പിതാവിന്റെ അന്ത്യയാത്രാ ചടങ്ങുകളിൽ നേരിട്ട് പങ്കെടുക്കില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ആ പങ്കെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ചതിക്കും അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. മാത്രമല്ല 100 രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രതിനിധികൾ അവിടെയുണ്ട്. അപ്പോൾ അവർക്ക് സുരക്ഷ ഒരുക്കണം. അതെല്ലാം മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ഈ ഒരു വിലാപയാത്ര നടക്കുന്നത്. ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പ്രതിനിധി ആയത്തുള്ള ഹക്കീം ഇലാഹിയാണ് ഇക്കാര്യം എന്തായാലും അറിയിച്ചിട്ടുള്ളത്. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള വധഭീഷണികളും നിരന്തരമായിട്ടുള്ള നിരീക്ഷണങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുജ്തബ പരസ്യമായിട്ട് ചടങ്ങുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങേയറ്റം അപകടകരമാണ് എന്നാണ് വാർത്താ ഏജൻസി ആയിട്ടുള്ള ANI റിപ്പോർട്ട് ചെയ്യുന്നത്. പിതാവ് കൊല്ലപ്പെട്ട ആക്രമണത്തിൽ മുജ്തബ ഖമീനിക്കും ഗുരുതരമായിട്ട് പരിക്കേറ്റിരുന്നു. എന്തായാലും ഈ റിപ്പോർട്ടുകൾക്കൊക്കെ ഇടയിലാണ് ഇപ്പോൾ അദ്ദേഹം പുറത്ത് വരാത്തത്. എന്തായാലും ഈ ഒരു കാര്യങ്ങൾ നടക്കുമ്പോഴും പറയുമ്പോഴും ഒരൊറ്റ കാര്യം ഉറപ്പാണ്, ഈ അമേരിക്ക ചിന്തിച്ചിരുന്ന രീതിയിലല്ല ഇറാന്റെ കാര്യങ്ങൾ. ഇറാന്റെ ജനങ്ങൾ ഒരിക്കലും അവിടുത്തെ ഭരണകൂടത്തിനോ അവിടുത്തെ നേതാക്കൾക്കോ എതിരല്ല എന്ന് തെളിയിക്കുന്നതാണ് ആ വിലാപയാത്രയിൽ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, യുദ്ധം കൊണ്ട് നിങ്ങൾക്ക് അവരെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. അവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെ ഒരൊറ്റക്കെട്ടായിട്ട് അദ്ദേഹത്തിന് വിലാപയാത്ര അർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വിലാപയാത്രയിൽ പങ്കുചേരുമ്പോൾ അവിടെ ഒരു മുന്നറിയിപ്പ് IRGC അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടം നൽകുന്നത് ഈ ജനങ്ങളെല്ലാം ഞങ്ങൾക്കൊപ്പമാണ്, ഞങ്ങൾ ഈ ഒരു യുദ്ധത്തെ നേരിടും, അതുകൊണ്ട് തന്നെ ഞങ്ങളെ തകർക്കാൻ നിങ്ങൾക്കാവില്ല എന്ന വലിയ മുന്നറിയിപ്പാണ്.